ഇത് ജേർണലിസം കരിയറിലെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന എന്നെ ഹോണ്ട് ചെയ്യുന്ന സംഗതികൾ ഏതാണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുന്നതാണ്. അതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളെന്നുള്ള പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അവിടെ ബീഹാർ സ്വദേശി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്ന കുഞ്ഞിൻ്റെ മതം ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. കാണാതാകുന്ന കുഞ്ഞിൻ്റെ മതം ഏതാണെന്ന് അന്വേഷിക്കുന്നില്ല. ഉത്തർപ്രദേശിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മതം ഏതാണ് നമ്മൾ അന്വേഷിക്കുന്നില്ല. ലോകത്തെവിടെയും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതത്തെ മാനവികത ഉള്ള ആളുകൾക്ക് അത് കാണുമ്പോൾ സങ്കടം തോന്നും. ഉത്തർപ്രദേശിൽ നവജാത ശിശുക്കൾ 300ഓളം പേരാണ് പ്രോപ്പർ ഓക്സിജൻ കിട്ടാതെ 3 വർഷം മുമ്പ് മരിച്ചത്. നമ്മളെല്ലാവരും അതിൽ വേദനിച്ചില്ലേ? എറണാകുളത്ത് 5 വയസ്സുകാരിയായ ഒരു പെൺകുഞ്ഞിനെ അയൽവക്കത്തെ ആൾ വിളിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്ന് ചാക്കിനകത്ത് കെട്ടിവെച്ചു. നമ്മൾ മുഴുവൻ ഹൃദയം തകർന്ന് കേട്ടുന്നില്ലേ? കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, കുഞ്ഞുങ്ങൾ അബ്ഡക്റ്റ് ചെയ്യപ്പെടുമ്പോൾ, കാണാതെ പോകുമ്പോൾ, അവർ രണ്ടാനച്ഛനാലും രണ്ടാനമ്മയാലും ഒക്കെ ആക്രമിക്കപ്പെടുന്ന സംഭവം ഹൃദയവേദനയോടെയാണ്. ഞാനൊരു പിതാവ് നിലയ്ക്ക് എനിക്ക് ഒരു മനുഷ്യൻ നിലയ്ക്ക് എനിക്കത് അത്തരം വാർത്തകളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ പറയുന്ന സംഘ് പരിവാറിൻ്റെ ബ്രാഞ്ച് ഓർഗനൈസേഷനായ കാസയെ പോലുള്ള സംഘടനകൾ ഗസ ഒരു മുസ്ലിം പ്രശ്നം മാത്രമാണ്. അവിടെ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. അതിൽ മുസ്ലിങ്ങൾ മാത്രം സങ്കടപ്പെട്ടാൽ മതി എന്നാണ് അവരുടെ പ്രശ്നം. മുസ്ലിം അല്ലാത്ത ഒരാൾ സങ്കടപ്പെടുന്നത് കാണുന്ന അവർക്ക് സഹിക്കില്ല. കാരണം ഒരു മുസ്ലിം പ്രശ്നമാക്കി കോർണർ ചെയ്ത് അതിൽ മുസ്ലിങ്ങളല്ലാതെ മറ്റാരും സങ്കടപ്പെട്ടേക്കരുത്, മുസ്ലിങ്ങൾ സങ്കടപ്പെടേണ്ടവരാണ്, മുസ്ലിങ്ങളുടെ സഹോദരങ്ങളെന്ന് പറയുന്ന ആൾക്കാർ കൊല്ലപ്പെടേണ്ടവരാണ്, അവരെ മനുഷ്യരായി നമ്മൾ പൊതുവായി കണക്കാക്കേണ്ടതില്ല എന്നൊരു സംഗതി സെറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ എം ലീലാവതിയെ പോലെ കേരളം അംഗീകരിക്കുന്ന ഒരാൾ എനിക്കതിൽ വേദനയുണ്ടെന്ന് പറയാം. അവർക്കത് സഹിക്കില്ല.